പ്രിയങ്കുകലികാശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യഗുണോപേതം തം ബുധം പ്രണമാമ്യഹം. പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, സൂര്യൻ ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കാൻ ഒരു മാസം എടുക്കുന്നു. ചന്ദ്രൻ 2.25 ദിവസം. എപ്പോഴും മാസത്തിൽ പകുതി ദിനത്തിലും സൂര്യൻ മൗഢ്യം കൊടുക്കുന്ന ഗ്രഹമായ ബുധൻ ഒരു രാശിയിൽ നിന്നും പ്രായണ സഞ്ചരിക്കുമ്പോൾ 1 മാസം മുതൽ 2 മാസം വരെ സമയമെടുക്കുന്നു. വളരെ വിശദമായി ബുധൻ്റെ രാശിചാരം, കർക്കിടകത്തിലേക്കുള്ള സഞ്ചാരം ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്തു. ഇപ്പോൾ ശത്രുക്ഷേത്രമായ കർക്കിടകത്തിൽ നിന്നും ബുധൻ ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. ചിങ്ങം സൂര്യൻ്റെ ക്ഷേത്രമാകുന്നു. സൂര്യന് ബുധൻ സമനാകുന്നു, തുല്യനാകുന്നു. ശത്രു മന്ദസിതൗ സമ ശശിസുത. സമനാകുന്നു സൂര്യന് ബുധൻ. പക്ഷെ ബുധനെ സംബന്ധിച്ചിടത്തോളം സൂര്യൻ തൻ്റെ ബന്ധുവാകുന്നു, സുഹൃത്താകുന്നു. ജ്യോതിശാസ്ത്രത്തിൽ വളരെയധികം പ്രത്യേകതകളുള്ള ഗ്രഹമാകുന്നു ബുധൻ. എപ്പോഴാണ് ബുധൻ്റെ രാശിചാരം സംഭവിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം. 1799 കർക്കിടക മാസം 4-ന്, അതായത് 2024 ജൂലൈ 19 വെള്ളിയാഴ്ച രാത്രി 8:45 ഇന്ത്യൻ സമയം ബുധൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കേവലം 23 ദിവസം മാത്രമാണ് ബുധൻ്റെ പ്രവേശന കാലം. എങ്കിലും ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ സമയത്ത് ഫലങ്ങൾ നൽകുവാനുള്ള വിശേഷ സിദ്ധികളുണ്ട്. സൂര്യനും ചൊവ്വയും തങ്ങളുടെ ദശാപഹാരങ്ങളിൽ ആദ്യകാലത്തും വ്യാഴവും ശുക്രനും മധ്യകാലത്തും ചന്ദ്രനും ശനിയും അവസാന കാലത്തും ഫലം ചെയ്യുന്നു. പക്ഷേ ബുധനെ കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ബുധ ഫലതസ്തു സർവദാ, എപ്പോഴും ഫലം ചെയ്യുന്നു ബുധൻ. അതുകൊണ്ടാണ് പലപ്പോഴും പെട്ടെന്നൊരു വ്യക്തിക്ക് ലോട്ടറി അടിക്കുന്നത്, യാത്രാ സൗഭാഗ്യം വരുന്നത്, വിവാഹ കർമ്മങ്ങൾ നടക്കുന്നത്. അതിനാൽ ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഒരു ഗ്രഹമാണ് ജ്യോതിഷത്തിൽ എന്ന ഒരു പ്രത്യേകത ബുധനുണ്ട്. ഈ ചിങ്ങരാശിയിൽ നിൽക്കുന്ന ബുധൻ ധാരാളം ഗുണഫലങ്ങൾ ചെയ്യും. ഏതെല്ലാം രാശിക്കാർക്കാണ് ബുധൻ്റെ ശുഭാശുഭ ഫലങ്ങൾ എന്ന് നമുക്ക് ചിന്തിക്കണം. ഇവിടെ ചിങ്ങത്തിൽ വരുന്ന ബുധൻ്റെ ആശ്രയ ഫലം അത്ര ശുഭമല്ല. സ്ത്രീദേഷ്യോ വിധന സുഖാത്മജ അടനോജ്ഞ സ്ത്രീലോല സുപരിഭവ അർക്കരാശികേ ജ്ഞേ. ബുധൻ അർക്കരാശികേ ചിങ്ങൻ രാശിയിൽ വരുമ്പോൾ, സൂര്യൻ്റെ രാശിയിൽ വരുമ്പോൾ സ്ത്രീദ്വേഷ ഭവതി. സ്ത്രീഭിः ദ്വേഷ്ടും യോഗ്യ. സ്ത്രീകളാൽ വെറുക്കപ്പെടുവാൻ സാധ്യതയുള്ളവനായി തീരുന്നു എന്നാണ് ഈ വാക്കിനർത്ഥം. വിധന സുഖ ആത്മജ. വിഗതം ധനം സുഖം ആത്മജ യസ്മാത് സഹ. ഇദ്ദേഹത്തിന് ധനത്തിൽ നിന്നും സുഖത്തിൽ നിന്നും സന്താനങ്ങളിൽ നിന്നും വിഗത മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ വരുന്നു. ധനം കുറയുന്നു, സുഖം കുറയുന്നു, മക്കൾ അകന്നു നിൽക്കുന്നൊരവസ്ഥ സംജാതമാകുന്നു. അടനഹ സഹ പരിഭ്രമണശീല ഭവതി. അയാൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സഹ അജ്ഞഃ ഭവതി ന ജ്ഞായതേ ഇതി അജ്ഞഃ. അദ്ദേഹത്തിന് അറിവുണ്ടാകുന്നില്ല. പല കാര്യത്തിലും തൻ്റെ ബൗദ്ധിക തലത്തിൽ ചിന്തിക്കുവാനുള്ള ഒരു ശക്തി ഈ ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധന് നഷ്ടപ്പെടുന്നു. സ്ത്രീലോലഹ സഹ സ്ത്രീഷു ലോലഹ ഭവതി. ഇയാൾ സ്ത്രീകളിൽ ലോലത്വം, ബലഹീനത പ്രകടിപ്പിക്കുന്നു. സുപരിഭവ സഹ സമ്യക് പരിഭവ ഭവതി. അയാൾ എല്ലായ്പ്പോഴും പരിഭവത്തോടു കൂടിയിരിക്കുന്നു, സംതൃപ്തിയില്ല അദ്ദേഹത്തിന്. ഇങ്ങനെയൊക്കെയാണ് ചിങ്ങൻ രാശിയിൽ നിൽക്കുന്ന ബുധൻ്റെ ആശ്രയ ഫലം. ബുധനെ കൊണ്ട് ലോകത്തിൽ ആയിരക്കണക്കിന് കാരക ധർമ്മങ്ങൾ, വിഷയങ്ങൾ നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഫലദീപികയിൽ 2-ാം സർഗത്തിൽ 4-ാം ശ്ലോകത്തിൽ സവിസ്തരം മന്ത്രേശ്വരൻ വിശദീകരിച്ചിട്ടുണ്ട്. പാണ്ഡിത്യം സുവചനം കലാസു നിപുണതാം വിദ്വസ്തുതിം മാതുലം
വാക്ചാതുര്യം ഉപാസനാദി പടുതാം വിദ്യാസു യുക്തിം മതിം യജ്ഞം വൈഷ്ണവ കർമ്മ സത്യവചനം ശുക്തിം വിഹാരസ്ഥലം ശില്പം ബാന്ധവ യൗവരാജ്യ സുഹൃദ തദ്ഭാഗിനേയം ബുധാത്. ഈ കാരകധർമ്മപ്രകാരം ബുധനിലൂടെയാണ് നാം മാതുലൻ അമ്മാവനെയും അമ്മായിയെയും മരുമക്കളെയും ഒക്കെ ചിന്തിക്കേണ്ടത്. കാളിദാസർ തൻ്റെ ഉത്തരകാലാമൃതത്തിൽ സവിസ്തരം ബുധൻ്റെ ഈ കാരകധർമ്മങ്ങളെ പ്രതിപാദിച്ചിട്ടുണ്ട്. നമുക്ക് പരിശോധിക്കാം. വിദ്യയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളും ഭാഷാ പഠനം, ഭാഷാ പാണ്ഡിത്യം, ഭാഷാ പണ്ഡിതൻ, തർജിമ, വിവർത്തകൻ, വ്യാകരണം, ഗണിതം, ലൈബ്രറി, അധ്യാപകൻ, പ്രവാചകൻ, പ്രചാരകൻ, വിഷ്ണുവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ശ്രീരാമൻ, ശ്രീകൃഷ്ണൻ, നരസിംഹം തുടങ്ങിയ ദശാവതാരങ്ങൾ, ഹാസ്യബുദ്ധി, ഫലിതങ്ങൾ, സംഭാഷണം, തിരക്കഥ, റേഡിയോ ജോക്കി, ജ്യോതിഷം, തന്ത്രം, താന്ത്രിക വിദ്യകൾ, മന്ത്രം, മാന്ത്രിക വിദ്യകൾ, വാസ്തു, ഗൂഢശാസ്ത്രം, ആഭിചാരങ്ങൾ, ശില്പി, ശില്പം, പച്ചനിറം, ചെസ്സ്, ക്യാരംസ്, ചൂതുകളി, ലോട്ടറി, കോടതി, വ്യവഹാരം, വക്കീൽ, ശിരസ്താർ, മജിസ്ട്രേറ്റ്, മെഡിസിൻ, മെഡിക്കൽ ട്രാൻസ്ക്രിപ്റ്റേഴ്സ്, വൈദ്യം, സ്പോർട്സ്, കളിസ്ഥലം, രാജകുമാരൻ, രാജകുമാരന്മാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ, ഇതൊക്കെ ബുധൻ്റെ ആയിരക്കണക്കിന് കാരകധർമ്മങ്ങളിൽ ചിലതാകുന്നു. നാം ഇവിടെ ഇനി ചിന്തിക്കുന്നത് മേടം മുതൽ 12 രാശിക്കാർക്കും ഈ ബുധൻ്റെ ചാരവശാലുള്ള സഞ്ചാരം എപ്രകാരം ശുഭാശുഭങ്ങളെ നൽകുന്നു എന്ന വിഷയമാകുന്നു. ബുധൻ അനിഷ്ടസ്ഥനായാൽ ഞേ അനിഷ്ടസ്ഥിതേതു കോപോ ഹരി യുവനിർഭയോഹോ ദുർവജ തസ്കരാർത്ഥി. ബുധൻ അനിഷ്ടസ്ഥനായി 12 ഭാവങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ ഹരി യുവനിർഭയോഹോ കോപഹ, വിഷ്ണുവിൻ്റെ കോപവും യുവനിർഭയോഹോ രാജകുമാരൻ്റെ കോപവും ഉണ്ടാകുമെന്നാണ്. ഇന്ന് രാജാവിനേക്കാളും മന്ത്രിയേക്കാളും MLA-യേക്കാളും പ്രമാണിയേക്കാളും ശക്തരാണ് അവരുടെ മക്കൾ. അതുകൊണ്ട് പ്രിൻസ് രാജകുമാരന്മാരുമായുള്ള ശത്രുത ബുധൻ അനിഷ്ടസ്ഥനാണെങ്കിൽ സമ്പാദിക്കുന്നതാണ്. ദുർവജഹ, തൻ്റെ വാക്കുകൊണ്ട് തനിക്ക് ധാരാളം ശത്രുത ഉണ്ടാക്കപ്പെടുന്നു. തസ്കരാർത്ഥി, കള്ളന്മാരെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ വളരെ കൂടുന്നു. ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്ന ഫലവും ഇപ്രകാരമാണ്. പാരുഷ്യശ്രമബന്ധ മാനസരുജാഹ പീഡാജ ധാതുത്രയാൽ, വാതപിത്ത കഫങ്ങളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നു. തന്നെ വാക്കുകൊണ്ട് പരുഷത ഉണ്ടാകുന്നു. വളരെയധികം അധ്വാനിക്കേണ്ടി വരുന്നു. ബന്ധനത്തിൽ പെടുന്നു. മാനസികമായ രോഗമുണ്ടാക്കുന്നു. ബുധൻ പാപഗ്രഹങ്ങളോട് കൂടുമ്പോൾ തന്നെ പാപിയായി മാറുന്നു. വളരെയധികം ശരീരത്തിനേക്കാളും മനസ്സിന് രോഗമുണ്ടാക്കുന്നു ബുധനിലൂടെ. കാരണം ജ്യോതിശാസ്ത്രത്തിൽ നമ്മുടെ ഓറയിൽ ബുധൻ പ്രതിനിധാനം ചെയ്തിരിക്കുന്നത് അനാഹത ചക്രമാകുന്നു, ഹൃദയചക്രമാകുന്നു. പെട്ടെന്ന് മനസ്സിൻ്റെ ബാലൻസ് തെറ്റുക എന്ന ഒരധർമ്മം പലപ്പോഴും ബുധൻ ഒരു ജാതകത്തിൽ ദുസ്ഥാനത്ത് നിൽക്കുമ്പോൾ ചെയ്യുന്നതാണ്. ഇനി ബുധൻ ഇഷ്ടസ്ഥാനങ്ങളിൽ നിൽക്കുകയാണെങ്കിൽ അശ്വഹേമ ക്ഷിതി സുഹൃത്, കുതിരകളുടെ ലാഭം, സ്വർണലാഭം, ഭൂമി ലാഭം, സുഹൃത്തുക്കളിലൂടെ സമ്പത്തുകൾ വരിക, അവനീദേവ ഗുരുവർത്ഥലാഭ, രാജാവിലൂടെയും ബ്രാഹ്മണന്മാരിലൂടെയും ഗുരുക്കന്മാരിലൂടെയും തനിക്ക് ധനം ലഭിക്കുക, അർത്ഥൗ ദൗത്യാച്ച ശില്പേരവി, ശില്പവേലകളിലൂടെയും ദൗത്യ മധ്യസ്ഥൻ, ഉടമ്പടി, ബ്രോക്കറേജ്, ഇതിലൂടെയും ധാരാളം ധനം ലഭിക്കുക. സ്തുതിരവി വിദുഷാം, വിദ്വാൻമാർ, പണ്ഡിതന്മാർ പുകഴ്ത്തുന്ന രീതിയിൽ അറിവിൻ്റെ മേഖലയിൽ ചക്രവാളത്തിൽ തനിക്ക് വ്യാപരിക്കുവാനുള്ള സുവർണാവസരം ലഭിക്കുക. ബുദ്ധി, ബൗദ്ധിക തലത്തിൽ വളരെയധികം അഭിവൃദ്ധിയും ഉണ്ടാക്കുന്നു. അങ്ങനെ ബുധനെ കൊണ്ട് ഈ 12 ഭാവങ്ങളിൽ അനിഷ്ടഭാവങ്ങളിൽ നിന്നാൽ ഇഷ്ടഭാവങ്ങളിൽ നിന്നാലുള്ള
ഫലങ്ങളാണ് നാം ഇവിടെ സൂചിപ്പിച്ചത്. ഇനി നാം ചർച്ച ചെയ്യുന്നു മേടൻ രാശി മുതൽ ബുധൻ്റെ ഈ 23 ദിവസക്കാലം എപ്രകാരം ഗുണകരമാവും, ശുഭാശുഭങ്ങൾ ഉണ്ടാകുമെന്ന ചിന്ത. ആദ്യമായി തുലാൻ രാശി. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാം രാശിക്കാർക്ക് ബുധനിന്ന് ചാരവശാൽ ചിങ്ങൻ രാശിയിൽ 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ശുഭഗ്രഹങ്ങൾക്കും പാപഗ്രഹങ്ങൾക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാവമാകുന്നു 11ാം ഭാവം. 11ാം ഭാവത്തിൽ ബുധൻ വന്നാൽ സലാഭ എന്ന ഫലത്തെയാണ് പ്രദാനം ചെയ്യുന്നത്. ലാഭേന സഹ വർത്തതേതി സലാഭ, ലാഭത്തോട് കൂടിയത് എന്ന അർത്ഥം. എന്താണ് തുലാൻ രാശിക്കാർക്ക് ബുധൻ ഉണ്ടാക്കുന്ന ലാഭമെന്ന് നാം ചിന്തിക്കണം. തുലാൻ രാശിക്കാർക്ക് ബുധൻ 9ാം ഭാവാധിപനും 12ാം ഭാവാധിപനുമാകുന്നു. 9ാം ഭാവം എന്നാൽ ഭാഗ്യം, ധർമ്മം, തപസ്, പുണ്യം, പിതാവ്, മക്കളുടെ മക്കൾ, ഗുരുക്കന്മാർ, ദാനം, ഉപാസന, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു. അതിനാൽ ഈ ഭാവങ്ങൾക്കെല്ലാം 11ാം ഭാവത്തിൽ മൗഢ്യമില്ലാതെ നിൽക്കുന്ന ബുധൻ പുഷ്ടിയെ, അഭിവൃദ്ധിയെ പ്രദാനം ചെയ്യുന്നു. വിനാ ലാഭഭാവേ സ്ഥിതം ഭേഷജാതം ന ലാഭോ ന ലാവണ്യം ആനർണ്യമസ്തി കുത കന്യകോദ്വാഹ ദാനം ച ദേയം കഥം ഭൂസുരാഹ തെക്തതൃഷ്ണ ഭവന്തി. 11ൽ ബുധൻ നിൽക്കുമ്പോൾ ചമത്കാര ചിന്താമണിയിൽ ഇപ്രകാരം പറയുന്നു: 11ൽ ബുധൻ നിന്നില്ലെങ്കിൽ തൻ്റെ മകളുടെ കന്യകയുടെ വിവാഹം എങ്ങനെ നടത്തും? ബ്രാഹ്മണർ എങ്ങനെ തൃപ്തരല്ലാതെ ഈ വ്യക്തിയെ വിട്ടു പോകും? എങ്ങനെ ലാവണ്യത്തോടുകൂടി ജീവിക്കും? എങ്ങനെ കടമില്ലാതെ തനിക്ക് ജീവിക്കുവാൻ കഴിയും? ഒരു ചോദ്യമാണ്. അതിനാൽ 11ൽ ബുധൻ നിൽക്കുമ്പോൾ കന്യാദാനം ചെയ്യുവാൻ കഴിയുന്നു, തനിക്ക് ധനപരമായി അഭിവൃദ്ധി ഉണ്ടാകുന്നു, താൻ ലാവണ്യത്തോടുകൂടി ജീവിക്കുന്നു, തനിക്ക് ബ്രാഹ്മണരെ തൃപ്തിപ്പെടുത്തുവാൻ കഴിയുന്നു എന്നാണ് ഈ 11ലെ ബുധൻ്റെ ഫലം. അത്രമാത്രം ഫലം 11ലെ ബുധൻ പ്രദാനം ചെയ്യുന്നു. സ്വതവേ ഇവിടെ തുലാം രാശിക്കാർക്ക് രാശ്യധിപനായ ശുക്രൻ നല്ല ശക്തനായി തന്നെ 10ാം ഭാവത്തിൽ ആദിത്യനോടുകൂടെ ഒരു യോഗകർത്താവായി നിൽക്കുന്നു. ഇവിടെ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുന്നു, ചൊവ്വ അഷ്ടമത്തിൽ നിൽക്കുന്നു. ഇതെല്ലാം തുലാം രാശിക്കാർക്ക് പ്രായണ അനുകൂലമായ ഘടകമല്ല. പക്ഷേ ഭാഗ്യാധിപനായ ഗ്രഹം ബുധൻ 11ൽ നിൽക്കുമ്പോൾ പല രീതിയിലുള്ള ലാഭങ്ങൾ ഉണ്ടാകുന്നു. പൂർവികമായ സ്വത്ത് ലഭിക്കുന്നു, അച്ഛനിൽ നിന്നും വളരെ അനുകൂലമായ നിലപാടുകൾ തനിക്ക് ലഭിക്കുന്നു, സ്വീകാര്യത ലഭിക്കുന്നു, തനിക്ക് ദാനവും ഉപാസനയും ചെയ്യുവാനുള്ള ആത്മവിശ്വാസം ഈ ബുധൻ നൽകുന്നു. അതിന് പുറമെ പൗത്രിമാരെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾക്ക് അവരുടെ മക്കൾക്ക് സന്താനമുണ്ടാകുന്ന ഒരു അസുലഭമായ മുഹൂർത്തവും കൂടെ ഈ 11ലെ ബുധൻ സമ്മാനിക്കുന്നു. 12ാം ഭാവാധിപത്യമുള്ള ഗ്രഹം കൂടിയാണ് ബുധൻ. എങ്കിലും 11ലെ ബുധൻ ആ 12ലുള്ള പോരായ്മകളെ ഒക്കെ നികത്തുവാൻ പര്യാപ്തനാണ്. ഇവിടെ 12ാം ഭാവാധിപനായ വ്യയം, ദുർച്ചെലവിനെ ചിന്തിക്കുന്ന ഗ്രഹമാണ് 11ാം ഭാവത്തിൽ നിൽക്കുന്നത് ബുധൻ. എങ്കിലും വ്യയാധിപനായ ഗ്രഹം ലാഭസ്ഥാനത്ത് നിൽക്കുന്നു എന്ന പ്രത്യേകത ഉള്ളതുകൊണ്ട് ഒരുവിധം ക്ലേശങ്ങളെയെല്ലാം ഈ 11ൽ നിൽക്കുന്ന ബുധൻ പരിഹരിക്കുവാൻ പര്യാപ്തമാണ്. ആകസ്മികമായ ധനലാഭങ്ങളും ഭാഗ്യങ്ങളും തുലാൻ രാശിക്കാർക്ക് സിദ്ധിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ രാശ്യധിപനായ ശുക്രനും 11ാം ഭാവത്തിലേക്ക് വരുന്നു ബുധനോടുകൂടി. അതൊരു യോഗമാണ്. വാഗ്മീഭൂ ഗണപഹ, നല്ല വാഗ്മിത്വവും ലീഡർഷിപ്പും ഒക്കെ 11ലെ ബുധനും ഉണ്ടാക്കുന്നതാണ്. അടുത്തതായി വൃശ്ചികം രാശി. വൃശ്ചികം രാശി എന്നാൽ വിശാഖം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ അടങ്ങുന്ന 2.25 നക്ഷത്ര കൂട്ടമാകുന്നു വൃശ്ചികം രാശി. ഇന്ന് പ്രായണ വൃശ്ചികം രാശിക്ക് രാശ്യധിപനായ ഗ്രഹം ചൊവ്വ ബലവാനായി വ്യാഴത്തോടുകൂടി 7ാം ഭാവത്തിൽ നിൽക്കുന്നത് വളരെ അനുകൂലമാണ്. ഇപ്പോൾ പ്രധാനമായും ബുധന്റെ മാറ്റവും ശത്രുരാശിയായ കർക്കിടകത്തിൽ നിന്നും ബുധൻ 10ാം ഭാവത്തിലേക്ക് തൻ്റെ സൂർക്ഷേത്രത്തിലേക്ക് വരുന്നു. ആ ബുധൻ അധികാരം, പദവി ഒക്കെ പ്രദാനം ചെയ്യുന്നു. പിതുസമ്പദ നീതി ദണ്ഡാധികാരാൽ, തനിക്ക് നീതിയും ശിക്ഷയും നടപ്പിലാക്കുവാനുള്ള അവകാശം ലഭിക്കുന്നു 10ലെ ബുധന്. പിതുസമ്പദ,
പിതാവിൻ്റെ സമ്പത്ത് തനിക്ക് ലഭിക്കുന്നു. മിതം സമ്പദേത് നോമിതം സംലഭേത പ്രസാദേതരാവാദി സൗരാജ്യവൃത്തി. അധികം സംസാരിക്കേണ്ട ആവശ്യമില്ല 10-ൽ ബുധൻ വരുമ്പോൾ. അമിതമായി സമ്പത്തുകൾ വരുന്നു. രാജ്യത്തിൻ്റെ വ്യവഹാര കാര്യങ്ങളിൽ ഇടപെട്ട് അനുഗ്രഹിക്കുവാനും നിഗ്രഹിക്കുവാനുമുള്ള കരുത്ത് ബുധന് ഈ ചിങ്ങൻ രാശിയിൽ പ്രദാനം ചെയ്യുന്നു. ചിങ്ങം രാജകീയമായ അധികാരത്തിൻ്റെ രാശിയാകുന്നു, ആദിത്യൻ്റെ രാശിയാകുന്നു. അവിടെ ബുധന് ഒരു ബോണസാണ് ലഭിക്കുന്നത്. തൻ്റെ ശിക്ഷയും ദണ്ഡ നീതിയും നടപ്പിലാക്കുവാനുള്ള ഒരു അധികാരം. ഇതൊരു സുവർണാവസരമാണ്. തൻ്റെ കർമ്മമേഖലയിലായാലും പൊളിറ്റിക്സിലായാലും കോടതിയിലായാലും വക്കീലായാലും വ്യവഹാരങ്ങൾ ചെയ്യുന്ന ആർക്കും, കേസ് തർക്കത്തിൽപ്പെടുന്ന വ്യക്തിക്കും ഈ 10-ൽ നിൽക്കുന്ന ബുധൻ വളരെയധികം നന്മകളെ, ഊർജത്തെ പ്രദാനം ചെയ്യുന്ന ദിനങ്ങളാണ് ഈ 23 ദിവസം സംജാതമാകുന്നത്. ബുധേ കർമ്മകേ പൂജനീയോ വിശേഷാൽ. വിശേഷിച്ച് താൻ പൂജാർഹനാകുന്നു തൻ്റെ കർമ്മമേഖലയിൽ. പ്രത്യേകിച്ച് ജ്യോതിഷത്തിൻ്റെയും മന്ത്രത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ശില്പിയുടെയും ഗ്രഹമാണല്ലോ ബുധൻ. ഇവർക്കെല്ലാം തന്നെ അതാണ് ഓരോ ഗ്രഹത്തിൻ്റെയും കാരകധർമ്മം സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ ശില്പികൾക്കും ജ്യോതിഷികൾക്കും മന്ത്രവാദികൾക്കും എല്ലാം തന്നെ തൻ്റെ കർമ്മ മേഖലയിൽ പ്രശസ്തിയുടെ കൊടുമുടി കയറുവാനുള്ള, അംഗീകാരം ലഭിക്കുവാനുള്ള സമയമാകുന്നു മുന്നിൽ സംജാതമാകുന്നത്. ബുധൻ ഏത് സമയത്തും ഫലം ചെയ്യും. ഉത്സാഹിച്ച് കാര്യങ്ങൾ നേടുക. അടുത്തതായി ധനുരാശി. ധനുരാശി എന്നാൽ മൂലം, പുരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ശക്തമായ ഒരു കൃതിക രാശി. ദൈവനിയോഗം കൊണ്ട് കാര്യങ്ങളൊക്കെ നടപ്പാകുന്ന രാശിയാകുന്നു ധനുരാശി. ഇവിടെ ധനുരാശിക്ക് തങ്ങളുടെ യാത്ര, വിവാഹം, കർമ്മം ഒക്കെ ചിന്തിക്കേണ്ടുന്ന ബുധൻ ദുർബലമായി 8-ാം ഭാവത്തിൽ ശത്രുക്ഷേത്രത്തിൽ കർക്കിടക രാശിയിൽ നിന്ന ദിവസങ്ങളായിരുന്നു കഴിഞ്ഞു പോയത്. ഇന്ന് സമാഗതമാകുന്ന ദിവസമാകട്ടെ 9-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. അതുകൊണ്ട് യാത്ര, തീർത്ഥയാത്ര, തീർത്ഥാടനങ്ങൾ, ട്രാവൽ, ടൂറിസവുമായിട്ട് ബന്ധപ്പെടുന്ന വ്യക്തികൾക്ക് വിവാഹ തീരുമാനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയവും കൂടെയാകുന്നു ഈ സമയം. കർമ്മമേഖലയിൽ തനിക്ക് വളരെയധികം പ്രശസ്തിയും പേരും ലഭിക്കുന്നു. ബുധേ ധർമ്മകേ ധർമ്മശീലഃ അതിധീമാൻ. തനിക്ക് അത്യന്തം തൻ്റെ ബൗദ്ധിക തലത്തിൽ തൻ്റെ എനർജി, ബുദ്ധിപരമായ വികാസങ്ങളെ ഉപയോഗപ്പെടുത്തുവാനുള്ള സമയമാകുന്നു. ഈ സമയത്താണ് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെടുന്ന പഠിതാക്കൾക്കും അതിൽ പ്രയോഗിക്കുവാൻ സമർത്ഥരായവർക്കും തങ്ങളുടെ കർമ്മമേഖലയെ അത്യന്തം സൂക്ഷ്മമായി പ്രയോഗത്തിൽ വരുത്തുവാനുള്ള സമയം സംജാതമാകുന്നത്. ഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുമെന്നാണ്. ഭവേ ദീക്ഷിത സ്വർദുനി സ്നാതക. സ്വർഗംഗയിൽ പോയി മുങ്ങിക്കുളിക്കുവാനുള്ള ഒരു അസുലഭമായ സന്ദർഭം ലഭിക്കുന്നു. ധാരാളം തീർത്ഥാടന പ്രദേശങ്ങൾ സന്ദർശിക്കുവാനുള്ള അവസരമാണ് ഈ 9-ൽ നിൽക്കുന്ന ബുധൻ 3 വാരക്കാലം ധനുരാശിക്കാർക്ക് സഹായകരമാകുന്നത്. കുലോദ്യോതകർ ഭാനുവത് ഭൂമിപാലാൻ. തൻ്റെ കുലത്തിനെ ഇവരെന്ത് ചെയ്യുന്നു? പേരും പ്രശസ്തിയും കൊടുക്കുന്നു തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ. അതിനാൽ ലീഡർഷിപ്പിലൂടെ, താൻ ഏറ്റെടുക്കുന്ന കർമ്മ ദൗത്യത്തിലൂടെ തനിക്ക് പേരും പെരുമയും ലഭിക്കുന്നു 9-ൽ നിൽക്കുന്ന ബുധൻ. പ്രതാപാധിക. തൻ്റെ പ്രതാപത്തെ പുറത്തു കാണിക്കുവാനുള്ള ഏറ്റവും അസുലഭമായ നിമിഷങ്ങളാണ് കൈവരുന്നത്. ബാധകോ ദുർമുഖാനാം. ദുർമുഖന്മാരെ, പ്രതിപക്ഷത്തുള്ളവരെ, മുഖം തിരിച്ച് നിൽക്കുന്നവരെ തൻ്റെ നയത്തിലൂടെ തൻ്റെ അധീനതയിലേക്ക് എത്തിക്കുവാനും ഈ ബുധൻ ഒരു മധ്യസ്ഥത നിർവഹിച്ചും ദൗത്യം നിർവഹിച്ചും ധനുരാശിക്കാരെ സഹായിക്കുന്നതാണ്. പ്രായണ തുലാം, വൃശ്ചികം, ധനുരാശിക്കാർക്ക് ബുധൻ നല്ല ഭാവങ്ങളിലാണ്. എങ്കിലും ബുധൻ്റെ പ്രാർത്ഥന ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന നിങ്ങളുടെ ഓരോ ചുവടുവയ്പ്പിനും ഉത്തേജകമേകുന്നതാണ്. പാനകമെന്ന വഴിപാടും സുദർശന പുഷ്പാഞ്ജലിയും താൽക്കാലികമായ പ്രതിസന്ധികളിൽ നിന്നെല്ലാം തന്നെ ഈ രാശിക്കാർക്ക് സഹായകരമായി വർത്തിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.